സ്നേഹസമ്പന്നരായ സഭയുടെ ശ്രദ്ധാപൂർവമായ വീക്ഷണം പ്രതീക്ഷിച്ചുകൊണ്ട് സവിനയം സമാരംഭിക്കട്ടെ. പകലിൻ്റെ വെയിലേറ്റുവാടിയ മണ്ണിൻ്റെ മനസ്സിലേക്ക് ഒരു നിലാവ് പെയ്തിറങ്ങുന്നു. ഒരു നിറമുള്ള മഞ്ഞിൻ്റെ കുളിരുള്ള നനവാർന്ന തൂവൽ പോൽ തഴുകിത്തലോടുന്ന ഒരു നേർത്ത നിലാവ്, നീലനിശീതിനിയുടെ ഗന്ധം പരത്തുന്ന നിലാവ്, നിലാവ്, നിലാവ്. ഓന്റെ മൈമൂന, ഇതെന്തായത്? എന്റെ യമുനെ, അങ്ങനെയാണോ ഞാൻ പറഞ്ഞു തന്നത്? മൈമുന, മൈമുന നിന്നിലേക്ക് നടന്നെടുക്കുമ്പോ എന്താണ് നിന്റെ ഭാവം? അത് സാർ, പ്രണയപരവശിയായി കാൽനകം കൊണ്ട് കളം വരച്ച് അവളിലേക്ക് അല്ല അവനിലേക്ക് ചായുന്ന പ്രിയംവദ. തേങ്ങാക്കൊല. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ സാർ. സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങൾക്കൊന്നും പറഞ്ഞ പണിയല്ല ഇത്. ഈ നാടകവും കൂത്തും ഒന്നും. നമ്മൾ പോകുന്നതേ കുടുംബശ്രീ കലോത്സവത്തിന്റെ സംസ്ഥാന മത്സരത്തിലേക്കാ, അല്ലാതെ തക്കിടത്തരികിട ചന്തപ്പാട്ടല്ല ഇത്. നിങ്ങളുടെയൊക്കെ കൈകളിലെ കൈക്കോട്ടും പടഞ്ഞൊക്കെ പറ്റൂ. ശരിയാ സാറേ, നാടകത്തിന്റെ കുപ്പായമൊന്നും ഞമ്മക്ക് ചേരൂല. ഉത്തരവാദിത്തമില്ലാത്ത കുടുംബനാഥന്മാര് വീട്ടിലുണ്ടായ എന്നെ പോലുള്ള പെണ്ണുങ്ങൾക്ക് ഇതുപോലുള്ള കൈക്കോട്ടും പടന്നയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും സാർ. പെറ്റുപോയില്ലേ, മക്കളെ പോറ്റണ്ടേ? അത് മൈമുന, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. സാറ് പറഞ്ഞത് തന്നെയാ ശരി, പറ്റാത്ത പണി തന്നെയാ. പക്ഷേ അറിയില്ലെങ്കിലും അതിനോടൊപ്പം ചേർന്ന് നിന്ന് ഇത്തിരി ആടുകയും പാടുകയും കളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചു നേരം കൂടെയുള്ള സങ്കടങ്ങളൊക്കെ മറക്കാൻ കഴിയും. അതുകൊണ്ട് മാത്ര, അല്ലാണ്ട് ഞങ്ങളൊന്നും ഇങ്ങളെപ്പോലത്തെ കലാകാരന്മാരൊന്നുമല്ല സാറേ. പക്ഷേങ്കില് എനിക്കൊന്നും പറയാനുണ്ട്. അഭിപ്രായം മാത്രമാണ്. ഇങ്ങളെ കൺവട്ടത്ത് എത്ര കഥകളുണ്ട്. എന്നിട്ടാണ് കെട്ടുകഥകളും നാട്ടുകഥകളും ചമഞ്ഞുണ്ടാക്കുന്നത്. അപ്പോ ഷാഹിദാന്റെ മനസ്സില് കെട്ടിച്ചമയ്ക്കാത്തൊരു കഥയുണ്ട് എന്ന് അല്ലേ? കഥയല്ല സാർ, യാഥാർത്ഥ്യം. വെറും ഒരു വാർത്ത പോലെ നമ്മൾ വായിച്ചെറിയുന്ന പരമാർത്ഥം. യുദ്ധം, മണ്ണിനും പെണ്ണിനും പൊന്നിനും വേണ്ടിയുള്ള സ്വാർത്ഥ യുദ്ധം. സമരം, ആയുധങ്ങൾ, പോർവിളികൾ, നിലവിളികൾ. പുകച്ചുരുളുകൾക്കിടയിൽ അവശേഷിക്കുന്ന കുറെ അനാഥർ, വിധവകൾ.
And you knew what's gonna happen, and you don't start claiming that ladder right now, do you? You're getting out of this trick, and up that ladder, even if I have to shoot you myself and drag you over. Get up that ladder now! You knew what's gonna happen, and you don't start claiming that ladder right now, do you? You're getting out of this trick, and up that ladder, even if I have to shoot you myself. ഇതാണ് സാർ ശരിക്കും പകർത്തി എഴുതേണ്ടത്, അടർത്തി എടുക്കേണ്ടത്. ആരൊക്കെയോ ആർക്കൊക്കെയോ വേണ്ടി നിലവിളികളും ശൂന്യതകളും മാത്രം ബാക്കിയായ ഈ നിശബ്ദരാവിൽ നിലാവിന്റെ വെട്ടം കൂട്ടിയിരിക്കുന്ന ഈ മണ്ണ് ഒരു പ്രണയത്തെ ഇവിടെ കൈക്കുമ്പിളിൽ ചേർത്തു പിടിക്കാം. അവിടെ നിന്നും തുടങ്ങണം താങ്കളുടെ നിലാവ് എന്ന നാടകം. ദേവസംഗീതം നീയല്ലേ ദേവി വരൂ വരൂ. കാറ്റ് നീയല്ലേ തഴുകാൻ ഞാനാരോ ദേവസംഗീതം നീയല്ലേ നുകരാൻ ഞാനാരോ ആരുമില്ലാത്ത ജന്മങ്ങൾ തീരുമുദാകമീ മഞ്ഞിൽ നിന്നോർമ്മയിൽ നിന്നോർമ്മയിൽ ഞാനേകനാ തേങ്ങുമീ കാറ്റ് നീയല്ലേ തഴുകാൻ ഞാനാരോ ദേവസംഗീതം നീയല്ലേ നുകരാൻ ഞാനാരോ. സ്വരനൂപുരം ദൂരശിഞ്ചിതം പൊഴിയുമ്പോ ഉതിരുമീ മിഴിനീരിലൻ പ്രാണവിരഹവും മലിയുന്നു.
ദാഹമതു തേടി വീണുടഞ്ഞതെന്തേ നാം? സ്നേഹമെന്ന കനി തേടി നോവു തിന്നതെന്തേ നാം? ഒരേ രാഗം ഒരേ താളം പ്രിയ നീ വരൂ വരൂ. തേങ്ങുമീ കാറ്റ് നീയല്ലേ തഴുകാൻ ഞാനാരോ? ആരുമില്ലാത്ത ജന്മങ്ങൾ നിന്നോർമ്മയിൽ ഞാനേകനായി, നിന്നോർമ്മയിൽ ഞാനേകനായി. തേങ്ങുമീ കാറ്റ് നീയല്ലേ തഴുകാൻ ഞാനാരോ? ദേവസംഗീതം നീയല്ലേ നുകരാൻ ഞാനാരോ? ശരിയാണ്, ഷാഹിദ പറഞ്ഞത് ശരിയാണ്. ഒരു യുദ്ധം ബാക്കി വച്ചവർ, ചലനമറ്റിട്ടും മനസ്സിൽ പ്രണയം പേറി നടക്കുന്നവർ, കണ്ണും കാതും തളർന്നിട്ടും തകർന്നിട്ടും പ്രിയപ്പെട്ടവരെ തിരയുന്നവർ. പക്ഷെ ചിലരെ കുറിച്ച് എഴുതാനുണ്ട് എനിക്ക്. സ്നേഹം നടിക്കുന്നവരെ, അഭിനയം അഭ്യാസമാക്കിയവരെ, അവരെ കുറിച്ച് എഴുതണം, അവരെ കുറിച്ച് അരങ്ങിലാടണം. നേർക്ക് നേർ യുദ്ധം കണ്ട് നിലവിളികൾ നേരിട്ട് കണ്ണീർ ചാലുകൾ നീന്തി പിന്നെയും മരണത്തിന്റെ മുഖത്ത് നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു നടന്നവർ. കുറെ മാതാപിതാക്കൾ അവരുറങ്ങുന്ന ആശ്വാസ കേന്ദ്രത്തിലേക്ക്, യെസ്, പ്രണയം പൂവിട്ട പുകച്ചുള്ളുകൾക്കിടയിൽ നിന്ന് പുതിയൊരു അധ്യായത്തിലേക്ക്. ആരോ കമഴ്ത്തി വച്ചോരോട്ടുരുളി പോലെ ആകാശത്താവണിത്തിങ്കൾ. ആരോ കമഴ്ത്തി വച്ചോരോട്ടുരുളി പോലെ ആകാശത്താവണിത്തിങ്കൾ. പഴകിയൊരോർമ്മയാൽ മിഴിനീരുവാർക്കും, പഴകിയൊരോർമ്മയാൽ മിഴിനീരുവാർക്കും. പാഴിരുൾ തറവാടിൻ മുന്നിൽ ഒരിക്കൽ കൂടി തിരുമുറ്റത്തെത്തുന്നു ഓണനിലാവും ഞാനും. ഈ ഓണനിലാവും ഞാനും. ആരോ കമഴ്ത്തി വച്ചോരോട്ടുരുളി പോലെ ആകാശത്താവണിത്തിങ്കൾ.
നടന്നോരേ മണ്ണിനെ ഞാനിന്നും സ്നേഹിക്കുന്നു. ഉണ്ണിക്കാലടികൾ പിച്ച നടന്നോരേ മണ്ണിനെ ഞാനിന്നും സ്നേഹിക്കുന്നു. ആർദ്രമാം ചന്ദനത്തടിയിലെരിഞ്ഞൊരൻ അച്ഛന്റെ ഓർമ്മയെ സ്നേഹിക്കുന്നു. അരത്തുടം കണ്ണീരാലത്താഴം വിളമ്പിയോരമ്മതൻ ഓർമ്മയെ സ്നേഹിക്കുന്നു. ഞാൻ അമ്മതൻ ഓർമ്മയെ സ്നേഹിക്കുന്നു. ആരോ കമഴ്ത്തി വച്ചോരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ. അന്നാത്മാവിൽ മുട്ടി വിളിച്ചോരാ ദിവ്യമാ പ്രേമത്തെ ഓർമ്മിക്കുന്നു. അന്നാത്മാവിൽ മുട്ടി വിളിച്ചോരാ ദിവ്യമാ പ്രേമത്തെ ഓർമ്മിക്കുന്നു. പൂനിലാവിറ്റിയാൽ പൊള്ളുന്ന നെറ്റിയിൽ ആദ്യത്തെ ചുംബനം സൂക്ഷിക്കുന്നു. വേർപിരിഞ്ഞെങ്കിലും നീ എന്നെ ഏൽപ്പിച്ച വേദന ഞാനിന്നും സൂക്ഷിക്കുന്നു. എന്റെ വേദന ഞാനിന്നും സൂക്ഷിക്കുന്നു. ആരോ കമഴ്ത്തി വച്ചോരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ. പഴകിയൊരോർമ്മയാൽ മിഴിനീരുവാർക്കും പാഴിരുൾ തറവാടിൻ മുന്നിൽ ഒരിക്കൽ കൂടി തിരുമുറ്റത്തെത്തുന്നു. ഓണനിലാവും ഞാനും ഈ ഓണനിലാവും ഞാനും. വരണം മേഡം, വരണം. ദേ, എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. ഇത് നമ്മുടെ മേയറാ. നിങ്ങളെ കാണാൻ വന്നതാ. കഴിഞ്ഞ യുദ്ധത്തെ നേരിട്ട് അനുഭവിച്ചവരാ മേഡം. ഇപ്പോഴും യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാ പലരുടെയും മനസ്സില്. എന്തിന്, ഒരു ചെറിയ പാത്രം തട്ടി നിലത്ത് വീണാൽ പോലും ഇപ്പോഴും പേടിച്ച് ഞെട്ടി എഴുന്നേൽക്കും പലരും. ആരും പേടിക്കണ്ടാട്ടോ. ഇപ്പൊ യുദ്ധമൊന്നുമില്ല, ഒക്കെ ശാന്തമായി. സമാധാനത്തോടെ ഇരിക്കൂട്ടോ. എന്തിനാ ഭയക്കുന്ന എല്ലാവരും?
ഇവര് നല്ലൊരു കലാകാരിയാണ് മേഡം. നന്നായിട്ട് പാടും, വരയ്ക്കും, അതിലൊക്കെ ഉപരി നല്ലൊരു നാടകക്കാരിയാ, എഴുത്തുകാരി. ഇവിടെ സമാജത്തില് ഇവർ അവതരിപ്പിച്ച ഒരു നാടകം ഉണ്ടായിരുന്നു, കുഞ്ഞിക്കല്യാണി. ആണോ? എനിക്ക് കലാകാരന്മാരെയും കലാകാരികളെയും വലിയ ഇഷ്ടാ. പഠിക്കണ കാലത്ത് ഞാനും പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് പരിപാടികളിൽ. പറ, എന്താ കുഞ്ഞിക്കല്യാണി എന്ന നാടകത്തിന്റെ കഥ? கடவுளே முருகா, പഴയ പാട്ട, ഇരുമ്പ്, ചെരുപ്പ്, പേപ്പർ, ജാമാനങ്ങൾ കൊടുക്കാനുണ്ടോ? ഉണ്ടടി ഉണ്ട്. ദാ എന്നെ തൂക്കി വെക്കാനുണ്ട്. എന്നാലും പൂമാതെ പൊന്നമ്മയുടെ പടപ്പുറപ്പാട് ഏലസും പൊന്നരഞ്ഞാണവും പുലിനകത്താലിയും മാർച്ചട്ടയും അണിഞ്ഞ് അങ്കത്തട്ടിലേക്ക് കാലെടുത്ത് വെക്കാൻ തുടങ്ങിയപ്പോഴേക്കാണല്ലോ ഈശ്വരാ നിന്റെ ലക്ഷണം കെട്ട കാലെവിടെ കുത്തിയത്. എന്റെ പുതിയ നാടകത്തിന്റെ ക്ലൈമാക്സിലേക്ക് ഞാനിങ്ങനെ കത്തിക്കയറി വന്നതായിരുന്നു. എല്ലാം നശിപ്പിച്ചപ്പോ സമാധാനമായില്ലേ നിനക്ക്? കല്യാണി, அந்த வசுமதி டீச்சரை வீட்டின்னு 10 ரூபாய் கொடுத்து வாங்கிய ரேடியோ பாட மாட்டேன்னு சொன்னேன். கல்யாணி ஒரு நிமிஷம். നശിപ്പിച്ചു, അതും നശിപ്പിച്ചു. സ്വപ്നമോ പോയി. ആ പാട്ട് റേഡിയോയിൽ നിന്ന് അറിയാതെ വന്ന പാട്ടാണെങ്കിലും അതെന്റെ ക്ലൈമാക്സിന് ഊർജം തരുന്നതായിരുന്നു. അതും പോയി. കഴിഞ്ഞ ദിവസം அந்த ஸ்கூல்ல கலோத்சவம் കഴിഞ്ഞില്ലേ, அங்கே இங்கெல்லாம் ഒരുപാട് വേസ്റ്റ് സാമാനങ്ങൾ ഇരുന്നേന്ന് സ്കൂൾ മാനേജർ சொன்னாரு. எல்லாம் சாக்கிலாக்கின சமயத்து அப்புறத்த கிளாஸ்ல இந்த ஜாமானங்களெல்லாம் கிடைச்சு ஏதோ நாடகக்காரர் மறந்துட்டு போயிட்டாரு. அப்போ நான் കുഞ്ഞിക്കല്യാണിയെ വിചാരിച്ചു. കുഞ്ഞിക്കല്യാണി ഒരു ഡ്രാമ ആർട്ടിസ്റ്റ് ആണല്ലോ. പഞ്ചമി, ഇതാരുടെ തലപ്പാവാണെന്നറിയാമോ? ഝാൻസി റാണിയുടേത്. എന്നാ റാണി? എന്നാ റാണിയല്ല, ഝാൻസി റാണി. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തായാലും പാട്ടയും ചെരുപ്പും പെറുക്കി നടക്കണ ആക്രിക്കാരി പഞ്ചമിയിൽ നിന്ന് ജീവിതത്തിൽ ആദ്യമായി എനിക്ക് ഉപകാരപ്പെടുന്ന 2 സാധനങ്ങൾ കിട്ടിയല്ലോ. പഞ്ചമി, നാറിയിട്ട് വയ്യ ജന്തു. കുളിക്കയില്ല, നനയ്ക്കയില്ല. എന്നാലും സാരില്ല, എന്റെ സ്വപ്നത്തിലെ ധീര വനിതേ.
ഇതും அந்த ക്ലാസ് റൂമിൽ നിന്ന് കിടച്ചേ. കഴുകിയെടുത്താ என் മോൾക്ക് കൊടുക്കാലോന്ന് നനച്ചേ. നല്ല ഉടുപ്പ്. നാടകം കഴിഞ്ഞ് ഏതോ കുട്ടികൾ മറന്നിട്ട് പോയിട്ടാര്. എന്നാ കുഞ്ഞിക്കല്യാണി ഇങ്ങനെ ആലോചിക്കണേ? ജാൻസി റാണിയെ പോലെയുള്ള പടനായികമാരുണ്ടായിരുന്ന പെൺകരുത്തിന്റെ അടയാളമായ പൂമാതൈ പൊന്നമ്മമാരുണ്ടായിരുന്ന നാട്ടിൽ എങ്ങനെയാ ഒരു പെൺകുട്ടിയുടെ ഉടുപ്പിൽ കറ പുരളുക? പെൺബാല്യങ്ങൾ എങ്ങനെയാ ഇരകളാവാ? എന്നാ കുഞ്ഞിക്കല്യാണി, അത് ഡ്രാമ. ജീവിതം പകർത്തിയെഴുതുന്നതിന്റെ പേരാണ് പഞ്ചമി നാടകം. ഏതോ എനിക്കൊന്നുമേ പുരിയില്ല. അപ്പോ ഈ വർഷത്തെ ആഘോഷത്തിന്റെ ഭാഗമായുള്ള കലാപരിപാടികൾ ഗംഭീരാക്കണം. എന്താക്കണം? ഗംഭീരാക്കണം. അതിനെ ഞാനും പറഞ്ഞു. പ്രത്യേകിച്ച് ആഘോഷ കമ്മിറ്റി പ്രസിഡന്റായി ഈ വർഷം ഞാൻ ഈ തലപ്പത്തിരിക്കുമ്പോ ഗംഭീരാക്കണം എന്ന് മാത്രമല്ല, അതിഗംഭീരാക്കണം. എന്താക്കണം? അതിഗംഭീരമാക്കണം. ഇനി വനിതാ വിഭാഗം മെമ്പർ ചെമ്പോത്ത് രമണി കലാപരിപാടികളെ കുറിച്ച് സംസാരിക്കും. ഈ വർഷത്തെ തിരുവാതിര കളി കങ്കേമാക്കും. കഴിഞ്ഞ വർഷത്തെ ഒരു പരാതിയുണ്ട്. എന്തായിരുന്നു കഴിഞ്ഞ വർഷം പറ്റിയത്? എന്താ പരാതി? കഴിഞ്ഞ വർഷത്തെ മൂത്രപ്രശ്നം ഇപ്പോഴാണോ പരിഹരിക്കേണ്ടത്? അതെ, അത് തന്നെ. ഗ്രീൻ റൂമിനടുത്ത് ഒരു മൂത്രപ്പുര വേണം. കഴിഞ്ഞ കൊല്ലം തിരുവാതിര തുടങ്ങാൻ വേണ്ടി തിരി കത്തിച്ചത്. അപ്പോഴല്ലേ നമ്മളെ ചാത്തോത്തെ കാർത്തിയടുത്തേക്ക് മൂത്രശങ്ക മൂത്രച്ചറ്റ. അവസാനം ഞങ്ങള് 7 ആള് കാവൽ നിന്ന് സ്റ്റേജിന്റെ അടിയിൽ നിന്ന് കാർത്തിയടുത്തി മൂത്രമൊഴിച്ച് എന്നിട്ടാ തിരുവാതിര തുടങ്ങിയത്. അതായിരിക്കും അന്നത്തെ ഉത്സവത്തിന് മൊത്തം ഒരു പനിനീരിന്റെ സുഗന്ധം. എന്താണ് കുഞ്ഞിക്കല്യാണിക്ക് പറയാനുള്ളത്? എന്തൊക്കെയാണ് ഈ കൊല്ലത്തെ നാടകം? പോസ്റ്ററിലെല്ലാം വലുതായി തന്നെ കൊടുത്തേക്ക്. ഉമാദൈ പൊന്നമ്മ, രചനാ സംവിധാനം കുഞ്ഞിക്കല്യാണി. എന്താണ് ഈ കൊല്ലം താമർക്കൂലേ? ക്ഷമിക്കണം, ആ നോട്ടീസിലെ പേരൊന്നും മാറ്റാൻ പറ്റുമോ പ്രസിഡന്റ്? അതങ്ങനെ ശരിയാവും. ആയിരക്കണക്കിന് നോട്ടീസ് അച്ചടിച്ച് വിതരണം ചെയ്ത് നാട് മുഴുവൻ കൊട്ടിഘോഷിച്ചറിയിച്ചിട്ട് ഇപ്പോഴെന്താ? പേരിലും തീരുമാനത്തിലും പറഞ്ഞ വാക്കിലും ഒരു മാറ്റം. വാക്കും തീരുമാനവും ഒന്നും മാറ്റമല്ല പ്രസിഡന്റ്. കുറച്ച് കാര്യങ്ങൾ കൂടി ഈ കാലത്തിനോട് പറയണമെന്ന് തോന്നി. അല്ലെങ്കിൽ ആളുകൾ വിശ്വസിക്കൂല. ഞാൻ പറയണത് പ്രസിഡന്റ് മുഴുവൻ കേൾക്കണം. ഇങ്ങളും പണ്ട് ഇമ്മള് കഥ പറഞ്ഞ കളി പറഞ്ഞ ഇമ്മളെ കുട്ടിക്കാലം. പ്രണയിച്ചോരോട് കൂടിയാണ് ഈ പറയണത്. ഇന്നത്തെ പോലെ ഏതെങ്കിലും പ്രണയങ്ങള് പണ്ട് പാതി വഴിന്ന് തീക്കൊളുത്തിക്കൊന്നും തീരാ പക തീർത്തും അവസാനിപ്പിച്ചിരുന്നോ? ഏതെങ്കിലും അമ്മമാര് പെറ്റ കുഞ്ഞുങ്ങളെ കിണറ്റിലെറിഞ്ഞും വഴിയിലെറിഞ്ഞും വിഷം കൊടുത്തും അപ്പപ്പോ കാണുന്നവന്റെ കൂടെ ഇറങ്ങിപ്പോയിരുന്നോ? അങ്ങനെ
അങ്ങനെ കാലത്തോട് കലഹിക്കാനുള്ള ആയുധമാണ് പ്രസിഡന്റ് നാടകം. കാലം തെറ്റുതിരുത്താതെ പോയിക്കൊണ്ടേയിരിക്കും. വെട്ട്, കുത്ത്, കൊലവിളി, കല്ലേറ്. ആദ്യം എനിക്ക് എന്നെ തിരുത്തണം, എന്നെ തന്നെ. എല്ലാവരും സ്വയം, പിന്നെ അടുത്തവനിലേക്ക്, അവിടെ നിന്ന് സമൂഹത്തിലേക്ക്. തിരുത്തി എഴുതേണ്ടേ പ്രസിഡന്റ് പലതും? ಚಲುವೋ ತಾನಿ ತಂದನ್ನ ಚಿನ್ಮಾಯ ರೂಪೇ ಕೋಲಣ್ಣ ಕೊಲೆ, ಚಿನ್ಮಾಯ ರೂಪೇ ಕೋಲಣ್ಣ ಕೊಲೆ. ಚಲುವಯ್ಯ ಚಲುವೋ ತಾನಿ ತಂದನ ಚಿನ್ಮಾಯ ರೂಪೇ ಕೋಲಣ್ಣ ಕೊಲೆ, ಚಿನ್ಮಾಯ ರೂಪೇ ಕೋಲಣ್ಣ ಕೊಲೆ. ಬೆಟ್ಟದ ಮ್ಯಾಗಲ್ ಜಲ್ಲೆ ಬಿದ್ರು, ಬೇಲಿ ಮ್ಯಾಗಲ್ ಸೋರೆ ಬುರುಡೆ, ಲೋಲು ಕಿನ್ನುಡಿ ನುಡ್ಸೋನ್ಯಾರಯ್ಯ. ಚಲುವಯ್ಯ ಚಲುವೋ ತಾನಿ ತಂದನ ಚಿನ್ಮಾಯ ರೂಪೇ ಕೋಲಣ್ಣ ಕೊಲೆ. ಲೋಲು ಕಿನ್ನುಡಿ ನುಡಿಸುತ್ತಾನೆ, ಕೇರಿ ಕೇರಿ ತಿರುಗುತ್ತಾನೆ, ನಮ್ಮ ಕೇರಿಗೆ ಯಾಕೆ ಬರುವಲ್ಯೋ. ಚಲುವಯ್ಯ ಚಲುವೋ ತಾನಿ ತಂದನ ಚಿನ್ಮಾಯ ರೂಪೇ ಕೋಲಣ್ಣ ಕೊಲೆ, ಚಿನ್ಮಾಯ ರೂಪೇ ಕೋಲಣ್ಣ ಕೊಲೆ. ನಮ್ಮ ಕೇರಿ ಬಂದರೀಗ ಕರಿಯ ಕಂಬ್ಳಿ ಗದ್ಗೆ ನೋಡಿ, ತಂದು ಕೊಡುವೆನ್ ಗಂಧದಿಳಿಯವ. ಚಲುವಯ್ಯ ಚಲುವೋ ತಾನಿ ತಂದನ ಚಿನ್ಮಾಯ ರೂಪೇ ಕೋಲಣ್ಣ ಕೊಲೆ. ಗಂಧನಾದ್ರೂ ಪೂಸಿಕೊಳ್ಳಿ, ವೀಳ್ಯನಾದ್ರೂ ಮೆದ್ದುಕೊಳ್ಳಿ, ಬಂದ ಕಾರ್ಯ ಹೇಳಿದಮ್ಮಯ್ಯ. ಚಲುವಯ್ಯ ಚಲುವೋ ತಾನಿ ತಂದನ ಚಿನ್ಮಾಯ ರೂಪೇ ಕೋಲಣ್ಣ ಕೊಲೆ, ಚಿನ್ಮಾಯ ರೂಪೇ ಕೋಲಣ್ಣ ಕೊಲೆ. ಆಗದೋನೆ ಭೋಗದೋನೆ ನಾಗರ ನಾಡು ಕಟ್ಟಿದೋನೆ, ಕೋಗಿಲಂಗೆ ಕೂಗುತ್ತೀಯಲ್ಲೋ. ಚಲುವಯ್ಯ ಚಲುವೋ ತಾನಿ ತಂದನ ಚಿನ್ಮಾಯ ರೂಪೇ ಕೋಲಣ್ಣ ಕೊಲೆ. ನನ್ನ ನಿನ್ನ ಮನೆಯ ಮುಂದೆ ಸಣ್ಣದೊಂದು ಬೇವಿನ ಮರ, ಸಂಜೆ ಮುಂಜಾನೆ ಬಂದು ಹೋಗಯ್ಯ. ಚಲುವಯ್ಯ ಚಲುವೋ ತಾನಿ ತಂದನ ಚಿನ್ಮಾಯ ರೂಪೇ ಕೋಲಣ್ಣ ಕೊಲೆ, ಚಿನ್ಮಾಯ ರೂಪೇ ಕೋಲಣ್ಣ ಕೊಲೆ. ಎತ್ತಿಗಂತ ನೀನು ಬಾರೋ, ಎಮ್ಮೆಗಂತ ನಾನು ಬರ್ತೀನಿ, ಕುಂತು ನಿಂತು ಮಾತನಾಡೋಣ. ಚಲುವಯ್ಯ ಚಲುವೋ ತಾನಿ ತಂದನ ಚಿನ್ಮಾಯ ರೂಪೇ ಕೋಲಣ್ಣ ಕೊಲೆ. ಊರಿಗಂತ ನೀನು ಬಾರೋ, ನೀರಿಗಂತ ನಾನು ಬರ್ತೀನಿ, ಕುಂತು ನಿಂತು ಮಾತನಾಡೋಣ. ಚಲುವಯ್ಯ ಚಲುವೋ ತಾನಿ ತಂದನ ಚಿನ್ಮಾಯ ರೂಪೇ ಕೋಲಣ್ಣ ಕೊಲೆ, ಚಿನ್ಮಾಯ ರೂಪೇ ಕೋಲಣ್ಣ ಕೊಲೆ. ಚಲುವಯ್ಯ ಚಲುವೋ ತಾನಿ ತಂದನ ಚಿನ್ಮಾಯ ರೂಪೇ ಕೋಲಣ್ಣ ಕೊಲೆ.
അമ്മയെപ്പോലെ തന്നെ സുന്ദരി. പക്ഷേ നെറ്റിയുടെ വലിപ്പവും പുരുകവും അച്ഛനെ പോലെ തന്നെയാ. ഇനി നീ സൂക്ഷിക്കേണ്ടത് ഇവളെയാ. ഓരോ വളർച്ചയിലും ഇതുപോലുള്ള ഓരോ മരച്ചില്ലകളിലും കഴുകന്മാർ ഒന്നൊന്നായി ചേക്കേറാൻ തുടങ്ങും. അവയുടെ കൊക്കിൻ തലപ്പിൻ പെൺപ്രായത്തിന് പ്രാധാന്യമില്ല. അത് കൊലുസണിഞ്ഞ് പിച്ച് വെച്ച് നടക്കുന്ന പൈതങ്ങളായാൽ പോലും. ഭൂമി മലയാളത്തിലെ മുഴുവൻ അമ്മമാരെയും പൈതങ്ങളെയും മനസ്സിലോർത്ത് ബഹുമാനപ്പെട്ട കോടതിയുടെ സമക്ഷം രണ്ടു വാക്ക് പറഞ്ഞോട്ടെ. നാടോടിത്തെരുവിനപ്പുറത്തെ ആഴൊഴിഞ്ഞ വീട്ടിൽ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കഴുത്തറത്ത് നരബലി നടത്തുന്നത് നെട്ടലോടെ കണ്ടുനിന്ന സ്ത്രീയാണ് ഞാൻ. അതിന്റെ സാക്ഷി വിസ്ഥാനത്തിനാണ് ഞാൻ ഈ കോടതിയിൽ എത്തിയത്. ബഹുമാനപ്പെട്ട കോടതി, ഒരു ചോദ്യം, ഒരൊറ്റ ചോദ്യം. എന്ത് ധൈര്യത്തിലാ ഞങ്ങളെ പോലുള്ളവർ ഈ ഭൂമിയിൽ മനസ്സമാധാനത്തോടെ ജീവിക്കേണ്ടത്? വാർത്തകളിലും വർത്തമാനങ്ങളിലും ചോരയുടെ കഥകൾ മാത്രമേ എന്നും വായിച്ചിട്ടുള്ളൂ. ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളിൽ തന്നെയുണ്ട്. പണ്ട് കാലത്തേതുപോലെയല്ല. ഇന്ന് സ്ത്രീകൾക്ക് മാത്രമായി ഒരുപാട് സംഘടനകളുണ്ട്. ഒത്തുചേരാനും ഉത്തരം തേടാനും അവസരങ്ങൾ ഒത്തിരിയുണ്ട്. ഇതുപോലെയുള്ള സമൂഹത്തിലെ അനീതിക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടാൻ കൂടിയാവണം ഇത്തരം സംഘടനകൾ. അവിടെയാണ് സ്ത്രീ ശാക്തീകരണം എന്ന വാക്ക് അന്വർത്ഥമാവുന്നത്. ഹാവ്, സമാധാനം, അതങ്ങോട്ട് കഴിഞ്ഞു കിട്ടി. എന്തായാലും കുഞ്ഞിക്കല്യാണി പറഞ്ഞതുപോലെ തിരുത്തി എഴുതേണ്ടത് തിരുത്തി എഴുതുക തന്നെ വേണം. കുഞ്ഞിക്കല്യാണിന്റെ മാത്രല്ല, നമ്മളെയും കൂടി ആവശ്യമായിരുന്നു ഈ നാടകം വെളിച്ചത്ത് എത്തിക്കാന്നുള്ളത്. അല്ലല്ല, ആരൊക്കെയായത്? വേഷമൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പോ ആളെ അങ്ങൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. എന്തായാലും കലക്കി. എന്തായാലും ആ പ്രസിഡന്റിന്റെ കസേരയില് എനിക്ക് ഒന്നുകൂടി ഉറപ്പിച്ചിരിക്കാം. കലക്കി കലക്കി പറയണമെന്ന് മനസ്സിൽ കരുതിയത് നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു. മതി, സന്തോഷായി. അല്ല, ആരാ ഇത്? നീയും കണ്ടിരുന്നോ നാടകം? സൂപ്പർ. இந்த നാടകത്തില് എനക്കും നടിക്കണോന്ന് നനച്ചേ. അതിനെന്താ, നീയും അഭിനയിച്ചോ? കേട്ടോ, ഇവളുടെ കീറ ചാക്കിൽ നിന്ന് കിട്ടിയ തലപ്പാവും പരിചയം ഒക്കെയാ ഈ നാടകത്തിന്റെ പ്രചോദനം, ഊർജം. പിന്നെ ആ ചോര പുരണ്ട ആ കുഞ്ഞുടുപ്പും ആക്രി സാമാനങ്ങളെ കൂട്ടിവെക്കണ அந்த சின்ன സൈഡിലാണ് ഞാനും മോളും ഉറങ്ങുന്നത്. അങ്കിയെല്ലാം ചില ആണുങ്ങളുടെ നോട്ടം ചോദ്യം. இந்த നാടകം കണ്ടപ്പോ എനക്കും ഒരു ധൈര്യം വന്ന്. ദാ, നിന്റെ കൈകൊണ്ട് തന്നെ இந்த തൊപ്പി എൻ തലയിൽ വെച്ചു കൊടുക്ക്. ഏതായാലും പേടിച്ചന്ത സെറ്റക്കുള്ളിൽ കിടക്കണ പഴയ പഞ്ചമിയല്ലാന്ന് എല്ലാവർക്കും തെരിയട്ടും. ശരിയാ, എന്തൊക്കെയോ ഭയന്ന് മറവുകളിൽ ശ്വാസം വിടാതെ ജീവിക്കുന്ന ഒരുപാട് പഞ്ചമിമാരുണ്ട് ഇവിടെ. അവരുടെ കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ. ആത്മരക്ഷയ്ക്കും അവരുടെ രക്ഷയ്ക്കും വേണ്ടി ഓരോ പെണ്ണും ഇതുപോലൊരു തലപ്പാവ് ധരിക്കണം.
മനസ്സുകൊണ്ടെങ്കിലും. എല്ലാരും ഒന്ന് ചേർന്ന് നിന്നേ, ഒന്ന് കൂടിന്നേ ഒരു ഫോട്ടോ എടുക്കട്ടെ.